നമസ്കാരം. ഞാൻ ഡോക്ടർ ടി എൽ സുധാകരൻ നായർ, പ്രഥമം ഹോസ്പിറ്റൽ പുനലൂർ. ഞാൻ പതിവായി യൂട്യൂബ് ചാനലിൽ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് വീഡിയോസ് ഇടാറുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടിയും എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനും ഒരു അവയർനെസ്, ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ രോഗങ്ങളെപ്പറ്റി ഇടുന്നത്. ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മുമ്പ് വളരെ കോമണും ഇപ്പോൾ അത്ര വലിയ കോമൺ അല്ലാത്ത റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്ന അസുഖത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 1970-കളിലൊക്കെ വളരെ കോമൺ ആയിരുന്നു റൊമാറ്റിക് ഫീവർ. എൻ്റെ ഒരു ബ്രദറിന് റൊമാറ്റിക് ഫീവർ വന്ന ഹിസ്റ്ററി ഉണ്ട്. അയാൾ ഡോക്ടറായിരുന്നു. അയാൾ കൊച്ചുനാളിലൊക്കെ റൊമാറ്റിക് ഫീവർ വന്നിട്ടുണ്ട്. വളരെ കോമൺ ആയിരുന്നു അന്നൊക്കെ. ഇപ്പം അത്ര വലിയ കോമൺ അല്ല. എന്താണ് ഈ റൊമാറ്റിക് ഫീവർ? റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സംബന്ധമായ അസുഖം. റൊമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ പനി, ജോയിൻറ്റ് പെയിൻ, ഇതാണ് റൊമാറ്റിക് ഫീവർ. അത് വരുന്നതിൻ്റെ പ്രത്യേകത, അതൊരു ബാക്ടീരിയയുടെ ഉണ്ടാകുന്നത് സ്ട്രെപ്റ്റോകോക്കസ്, ബീറ്റാ ഹീമോളിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഒരു പ്രത്യേക സ്ട്രെയിനാണ് ബീറ്റാ ഹീമോളിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്. അതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷേ അതുകൊണ്ട് ആദ്യം ഉണ്ടാകുന്നത് ഈ റൊമാറ്റിക് ഫീവർ അല്ല. പിന്നെ ജന്യവാദം എന്നൊക്കെ ചില ആളുടെ മലയാളത്തിനെ പറയും. അതായത് ആദ്യം ഒരു സോർ ത്രോട്ടോ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷനോ എന്തെങ്കിലും, മിക്കവാറും വരുന്നത് ടോൺസിലൈറ്റിസോ തൊണ്ടവേദനയോ വല്ലോ വന്നിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയുടെ എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. നമുക്ക് ഏത് ഇൻഫെക്ഷൻ ഉണ്ടായാലും അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. പക്ഷേ ആ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലെ കണക്റ്റിവിറ്റി ടിഷ്യൂവിനെയും കൂടെ നശിപ്പിക്കും. ഈ കണക്റ്റിവിറ്റി ടിഷ്യൂ ഉള്ളത് ഹാർട്ടിൽ, ജോയിൻറ്റിൽ ഒക്കെയാണ്. അതുകൊണ്ട് ഹാർട്ടിനെയും ജോയിൻറ്റിനെയൊക്കെ ബാധിക്കും. അപ്പം ഫീവർ കാണും, ആർത്രൈറ്റിസ് അതായത് വാതസംബന്ധമായ അസുഖം കാണും, ഹാർട്ടിൽ കാർഡൈറ്റിസ് അല്ലെങ്കിൽ പാൻ കാർഡൈറ്റിസ്. ഹാർട്ടിന് 3 പാർട്ടുണ്ട്: പെരികാർഡിയം, പിന്നെ മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. ഈ 3ലും ഇൻഫെക്ഷൻ വരും, ഇൻഫ്ലമേഷൻ വരും. അതുകൊണ്ടാണ് പാൻ കാർഡൈറ്റിസ്. അപ്പം നമ്മുടെ ബോയ്ഡ് എന്ന് പറയുന്ന ഒരു പത്തോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, റൊമാറ്റിക് ഫീവർ ലിക്സ് ദ ജോയിൻറ്റ് ആൻഡ് ബൈറ്റ്സ് ദ ഹാർട്ട്. എന്ന് വെച്ചാൽ ജോയിൻറ്റിന് നക്കത്തേ ഉണ്ട്, പക്ഷേ കടിക്കുന്നത് ഹാർട്ടിനെ. അപ്പോൾ റൊമാറ്റിക് ഫീവർ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രസക്തി ആ ജോയിൻറ്റ് പെയിൻ അല്ല. ജോയിൻറ്റ് പെയിൻ അങ്ങ് മാറും, പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് അവർ ഇമ്മ്യൂൺ റെസ്പോൺസായിട്ട് ഈ പാൻ കാർഡൈറ്റിസ് വരികയും നമ്മുടെ വാൽവിനെയൊക്കെ ബാധിക്കുകയും ഭാവിയിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാർഡിയോളജി OPകളിലൊക്കെ ചെന്നാൽ 40% കാർഡിയാക് അഡ്മിഷൻസും റൊമാറ്റിക് ഹാർട്ട് ഡിസീസാണ്. ഇനി പണ്ട് ഇത് വളരെ കോമൺ ആയിരുന്നു, ലോകത്തിലില്ല. പക്ഷേ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലും എസ്പെഷ്യലി വെസ്റ്റേൺ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമൊക്കെ ഇത് വളരെ കുറഞ്ഞു. പക്ഷേ ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പെൻസിലിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അഫ്ലുവൻറ്റ് സൊസൈറ്റി, അതായത് സാമൂഹികവും സാമ്പത്തികമായി മേൽക്കൈ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഈ റൊമാറ്റിക് ഫീവറിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു. അപ്പം സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒരു ഫാക്ടറാണ്. കാര്യം അവരുടെ ജീവിത രീതിയിലും ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ആൻറ്റിബയോട്ടിക് വരുന്നതിന് മുമ്പ്, 21ാം നൂറ്റാണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇത് കുറഞ്ഞു. ഇപ്പോൾ ഏഷ്യയിലും മറ്റ് പൂവർ കൺട്രീസിലും ആണ്, അതായത് അവികസിത രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത്. നമുക്ക് ഇതിൻ്റെ എപ്പിഡമിയോളജിയെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. 15 മില്യൺ കേസസ് ആവറേജ് ലോകത്തിലുണ്ട്, ഗ്ലോബൽ. അതായത് പുതിയതായിട്ട് 2,80,000 ന്യൂ കേസാണ് 2012 ലോകത്ത് എല്ലായിടത്തും കൂടെ WHO റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2,20,000 പേര് 2008 മരിച്ചിട്ടുണ്ട്. 2008 കണക്കേ ഉള്ളൂ. അതിൽ കൂടുതലും ഈ റൊമാറ്റിക് ഫീവർ വരുന്നതും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നതും സ്ത്രീകൾക്കാണ്. ഇനി ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ പ്രൊഫൈലാക്സ് ആയിട്ട് കൊടുക്കും. റൊമാറ്റിക് ഫീവർ കഴിയുന്ന പേഷ്യൻസിന് പെൻസിലിൻ, ഓറൽ പെൻസിലിനോ അല്ലെങ്കിൽ ലോങ് ആക്റ്റീവ് പെൻസിലിനോ പ്രൊഫൈലാക്സ് കൊടുത്താൽ 60 തൊട്ട് 80% ആളുകൾക്കും റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരത്തില്ല. യഥാർത്ഥത്തിൽ നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ, പണ്ടത്തെ ഒരു 10-30 കൊല്ലത്തിനൊക്കെ മുമ്പ് നമ്മുടെ ആശുപത്രിയിൽ സ്ഥിരം പെരിഡുവർ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ആൾക്കാർ വരുമായിരുന്നു. എല്ലാ ദിവസവും ഒരു 10-50 പേര് പെരിഡുവർ ഇഞ്ചക്ഷൻ എടുക്കാം. 3 വീക്സിനൊരിക്കലുള്ള ബെൻസത്തീൻ പെൻസിലിൻ.
അത് പ്രോഫൈലാറ്റിക് എടുക്കും. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് റൊമാറ്റിക് ഫീവർ വന്നാൽ നമ്മൾ 21 വയസ്സ് വരെയും അതിന് പ്രോഫൈലാറ്റിക്കായിട്ട് പെൻസിലിൻ കൊടുക്കും. എന്തിനെന്ന് വെച്ചാൽ ഈ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുക. ഞാൻ സൂചിപ്പിച്ചത് ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് കുറഞ്ഞു, നമ്മളെ ഡെവലപ്പിംഗ് കൺട്രീസിലും എല്ലാം കുറഞ്ഞു. പക്ഷേ അത് ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ കൂടിയപ്പോൾ മറ്റ് വികസിത രാജ്യങ്ങളിൽ ഈ റൊമാറ്റിക് ഫീവർ വളരെ കുറവാണ്. ഈ ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ കൊണ്ട് വേറെയും അസുഖങ്ങളുണ്ട്. ഉദാഹരണം സ്കാർലറ്റ് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ടോൺസിലൈറ്റിസ് വരാം, തൊണ്ടവേദന വരാം, സ്കിൻ ഇൻഫെക്ഷൻസ് വരാം. ചൊറി ചരങ്ങൊക്കെ വരുന്ന പേഷ്യൻറ്റിന് ചിലപ്പം സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാം. ഈ റുമാറ്റിക് ഫീവർ പോലെ തന്നെ മറ്റൊരു ഇതേപോലത്തെ ഒരു അസുഖം ഇതേ ബാക്ടീരിയ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് നെഫ്രൈറ്റിസ്. അതായത് കിഡ്നിയെ ബാധിക്കും. ഹാർട്ടിനെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഈ ബാക്ടീരിയയുടെ ഒരു ആൻറ്റിജനിക് റെസ്പോൺസ് കൊണ്ട് കിഡ്നിയെ ബാധിക്കും. അതാണ് നെഫ്രൈറ്റിസ്. ഇനി ഇന്ത്യയിലെ കണക്ക് നോക്കാം. ഇന്ത്യയിൽ 1 മില്യൺ ഹാർട്ട് ഡിസീസ് പേഷ്യൻ്റ് ഉണ്ട്, റൂമാറ്റിക് ഹാർട്ട് ഡിസീസായിട്ട്. അതായത് റുമാറ്റിക് ഫീവർ വന്ന് ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഹാർട്ട് ഡിസീസ് വന്ന് 1 മില്യൺ, അതായത് 10 ലക്ഷം ആളുകൾ ഇന്ത്യയിലുണ്ട്. 20 to 30% ഓഫ് കാർഡിയോളജി അഡ്മിഷൻസ് ഇന്ത്യയിൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പേഷ്യൻസാണ്. ഇത് നമുക്കിത് എന്താണ് പത്തോളജി നോക്കാം. യഥാർത്ഥ പത്തോളജി എന്ന് പറഞ്ഞാൽ ആദ്യം ഫീവർ വന്ന് ത്രോട്ട് പെയിൻ വരുന്നു. ത്രോട്ട് പെയിൻ വന്ന് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരം ഉണ്ടാകും. ആ ആൻറ്റിബോഡീസ് അതുപോലെ കണക്റ്റിവിറ്റി ഇഷ്യൂ ഉള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉള്ളത് ഹാർട്ടിൻ്റെ വാൾവ്സിനെ ബാധിക്കും. അതാണ് കുഴപ്പം. ഹാർട്ട് എൻഡോകാർഡിയത്തിനകത്ത് ഹാർട്ടിൻ്റെ വാൾവ്സ്, മൈട്രൽ വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്, പൾമണറി വാൽവ്, അയോർട്ടിക് വാൽവ്, അങ്ങനെ 4 വാൽവുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മൈട്രൽ വാൽവിലാണ്. മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏറ്റിയും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാൽവാണത്. അതായത് ലെഫ്റ്റ് ഏറ്റിയം കൺട്രാക്ട് ചെയ്യുമ്പം ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളോട്ട് പോകും. തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ തിരിച്ചത് അയോട്ട വഴി ശരീരത്തിൻ്റെ നാനാഭാഗത്തെ പോലെ തിരിച്ചങ്ങ് ലെഫ്റ്റ് ഏറ്റിയത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള വാൽവാണ് ഈ മൈട്രൽ വാൽവ്. അതുപോലെ തന്നെ ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്ന വാൽവ് ഒരു വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ആ ഏറ്റിയത്തിലോട്ട് ബ്ലഡ്, അതായത് രക്തക്കുഴലിലോട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് തിരിച്ച് ആ ഏറ്റിയത്തിലോട്ട് പോകാതിരിക്കാനുള്ള വാൽവാണ് ഈ വാൽവ്. അപ്പം എൻഡോകാർഡിയത്തിൽ ഇൻഫെക്ഷൻ വരും, മയോകാർഡിയത്തിൽ ഇൻഫ്ലമേഷൻ വരും, അതുപോലെ പിന്നെ അഷോഫ് നോഡ്യൂൾസ് വരും. അതൊക്കെ ഞാൻ പിന്നെ അതായത് ചില ആളുകൾക്ക് റിപ്പീറ്റഡ് ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വരത്തില്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ട് കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആൻറ്റിബോഡി റെസ്പോൺസ് കൊണ്ടാണ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില ആൾക്കാർക്ക് ആട്ടോ ഇമ്മ്യൂണിറ്റി കൂടെ വരും, ആട്ടോ ആൻറ്റിബോഡീസ് കൂടെ വരും. അപ്പം എൻഡോകാർഡൈറ്റിസ് വരാം, മയോകാർഡൈറ്റിസ് വരാം, പെരിക്കാർഡൈറ്റിസ് വരാം, ജോയിൻറ്റ് വരാം, സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാം, ഈവൻ ലങ്സിനെ അഫക്റ്റ് ചെയ്ത് പ്ലൂറൽ അബ്യൂഷനും ന്യൂമോണിയൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻ്റ് വരുന്നത് സാധാരണ 5 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും വളരെ റെയറാണ്. ഇതൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡറാണ്. അവ ജോയിൻറ്റിനെ ബാധിക്കുന്നു, ഹാർട്ടിനെ ബാധിക്കുന്നു, ലങ്സിനെ ബാധിക്കുന്നു, പല കണക്ടിവിറ്റീസിനെ ബാധിക്കുന്നു, സ്കിന്നിനെ ബാധിക്കുന്നു, ഞരമ്പിനെ ബാധിക്കുന്നു, നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ച കൊറിയയൊക്കെ വരാം. കൊറിയ എന്ന് വെച്ചാൽ അവർ വിറയിൽ വരാം. ഇത് ഈ ആദ്യം തുടങ്ങുന്നത് ഫീവറാണ്. ഫീവർ പനിയായിരിക്കും, ഭയങ്കര പനിയായിരിക്കും, വിശപ്പില്ലായ്മ വരും, ലിത്താർജി എന്ന് വെച്ചാൽ ക്ഷീണമുള്ള ഒരു അസുഖം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, ജോയിൻറ്റ് പെയിൻ വരും. അത് കഴിഞ്ഞ് 2 to 3 വീക്സ് 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ സോർ ത്രോട്ട് പോലെ വന്നിട്ട് 2-3 ആഴ്ച കഴിയും. ചിലപ്പോൾ ടോൺസിലൈറ്റിസ് ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ സോർ ത്രോട്ട് ആയിരിക്കും വരുന്നത്, പനി കാണും. അത് കഴിഞ്ഞ് അതങ്ങ് മാറും. 2-3 ആഴ്ച കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. 75% ഓഫ് പേഷ്യൻസിനും ആർത്രൈറ്റിസ് വരും. ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ ജോയിൻറ്റിലുള്ള ഇൻഫ്ലമേഷൻ നമ്മൾ ആർത്രൈറ്റിസ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ റാഷസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ റാഷസ് വെച്ചാൽ പൊക്കൽ വരും, മീസിൽസൊക്കെ പോലെ പൊക്കൽ വരും, കാർഡൈറ്റിസ് വരും, പിന്നെ ഞരമ്പ് സംബന്ധമായ പിന്നീട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ജോൺസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 1965 മോഡിഫൈ ചെയ്തു, ജോൺസ് ക്രൈറ്റീരിയ. അതിനകത്ത് ചില ചുമ്മാ അങ്ങ് റൊമാറ്റിക് ഫീവർ എന്ന് പറയാൻ പാടില്ല. ജോൺസ് ക്രൈറ്റീരിയ അനുസരിച്ച് ചില കണ്ടീഷൻ, അതിനവർ കുറച്ച് മേജർ സിംറ്റംസ്, മേജറായിട്ടുള്ള ചില കാര്യങ്ങളും മൈനറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മേജർ എന്ന് പറയുന്നത് 1 കാർഡൈറ്റിസ്, 2 ജോയിൻറ്റ് പെയിൻ വെച്ചാൽ ഒരു ജോയിൻ്റ് അല്ല, ഫ്ലീറ്റിംഗ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്, മൾട്ടിപ്പിൾ ജോയിൻറ്റ്. ഒരു ജോയിൻറ്റ് ഇപ്പം ഈ റിസ്റ്റ് ജോയിൻറ്റ്, മുട്ട്, കാലിൻ്റെ മുട്ട്, കൈയിൻ്റെ മുട്ട്, ഷോൾ, അങ്ങനെയുള്ള എല്ലാ ജോയിൻറ്റ് മാറി മാറി വേദന വരും. അതാണ് പോളി ആർത്രൈറ്റിസ്. പിന്നെ സിലൻഹാംസ് കൊറിയ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള പർപ്പസ്ലെസ് മൂവ്മെൻറ്റാണ്. നമ്മളങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് കൊറിയ എന്ന് പറയുന്നത്. പിന്നെ
ഇറിത്തീമ മാർജിനേറ്റം, അത് സ്കിന്നിൽ വരുന്നതാണ്. പിന്നെ സ്കിന്നിൽ തന്നെ സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് വരും, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മുഴകൾ വരും. അപ്പം കാർഡൈറ്റിസ്, പോളി ആർത്രൈറ്റിസ്, കൊറിയ എന്ന് വെച്ചാൽ അബ്നോർമൽ മൂവ്മെൻറ്റ്, ഇറിത്തീമ ചുവന്ന ഒരു പരിപാടി, പിന്നെ സബ്ക്യൂട്ടേനിയസ്, ഈ 5 മേജർ ക്രൈറ്റീരിയ. ഇനി മൈനർ ക്രൈറ്റീരിയയിൽ ടെമ്പറേച്ചർ കാണും, ഫീവർ കാണും, ജോയിൻറ്റ് പെയിൻ കാണും, നേരത്തെ റുമാറ്റിക് ഫീവർ വന്ന ഹിസ്റ്ററി ഉള്ളവ കാണും. ESR നമ്മൾ ബ്ലഡ് ചെയ്ത് നോക്കിയാൽ ESR വളരെ കൂടുതലായിരിക്കും. അതുപോലെ ടോട്ടൽ കൗണ്ടും വളരെ കൂടുതലായിരിക്കും. ECG എടുത്ത് നോക്കിയാൽ ഏട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്ക് കാണും. ഈ 6 മൈനർ കാറ്റഗറിയാണ്. ഇനി ഇതിനകത്ത് അവർ പറയുന്നത് 2 or more മേജർ കാറ്റഗറിയിലുള്ള 2 or 3 ലക്ഷണങ്ങളുണ്ടെങ്കിൽ റുമാറ്റിക് ഫീവറിന് ഡയഗ്നോസ് ചെയ്യാം. അതല്ലെങ്കിൽ മേജറിലുള്ള 1 മൈനറിലുള്ള 2 or more, ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ 2 or more 2 കൂടുതലോ ഉണ്ടെങ്കിൽ പറയാം. ഇനി നമ്മൾ ത്രോട്ട് കൾച്ചർ ചെയ്ത് നോക്കിയാൽ പലർക്കും ഇത് കാണണമെന്നില്ല, സ്ട്രെപ്റ്റോകോക്കസ് കിട്ടണമെന്നില്ല. കാര്യം ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻ വന്ന് 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് 25% പേഷ്യൻസിന് ചിലപ്പം ത്രോട്ട് എടുത്ത് കൾച്ചർ ചെയ്ത് നോക്കിയാൽ സ്ട്രെപ്റ്റോകോക്കസ് കിട്ടും. പിന്നെ ASO ടൈറ്റർ, ആൻറ്റി സ്റ്റെപ്റ്റലൈസിൻ O ടൈറ്റർ, അത് നമ്മൾ നോക്കാറുണ്ട് എല്ലാ ലാബറട്ടറിയിലും, അതും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് റുമാറ്റിക് ഫീവറിൻ്റെ ഡയഗ്നോസ്. പിന്നെ കാർഡൈറ്റിസിനെ പറ്റി പറഞ്ഞാൽ പിന്നീട് ഞാൻ പറഞ്ഞു എൻഡോകാർഡിയവും മയോകാർഡിയവും പെരിക്കാർഡിയത്തിനെ പറ്റി ചെയ്യാം. 90% ആൾക്കാർ, അതായത് ഈ ഏജ് അനുസരിച്ചാണ് അതിൻ്റേത്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവ്. ഉദാഹരണത്തിന് 3 വയസ്സുള്ളൊരു കൊച്ചിന് റുമാറ്റിക് ഫീവർ വന്നാൽ 90% അത് ഹാർട്ടിനെ ബാധിക്കും, കാർഡൈറ്റിസ് വരും. ഇനി അഡോളസൻസ്, ഒരു 10-15 വയസ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ 30% പേർക്ക് ഈ കാർഡൈറ്റിസ് വരുന്നുള്ളൂ. കാർഡൈറ്റിസ് വന്ന അതിൻ്റെ ലക്ഷണങ്ങൾ എത്രയൊക്കെയാണ്? 1, ബ്രത്ത്ലെസ്നെസ്, അതിഭയങ്കരമായ ശ്വാസം വിട്ട്. അത് കഴിഞ്ഞ് അത് ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണമാണ്. പിന്നെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ വരാം. പെരിക്കാർഡിയൽ 2 ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെറൈറ്റലും വിസറൽ, അതിൻ്റെ 2 ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ സ്പേസ് ഉണ്ട്, അതിനകത്ത് ഫ്ലൂയിഡ് എന്നറിയുന്നതാണ് പെരിക്കാർഡിയൽ എഫ്യൂഷൻ. ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ ഉള്ളതുകൊണ്ടും ഹാർട്ട് ഫെയിലിയർ ഉള്ളതുകൊണ്ടാണ് ഈ ബ്രത്ത്ലെസ്നെസ്സും ശ്വാസം മുട്ടും വരുന്നത്. പിന്നെ പേഷ്യൻറ്റിന് പാൽപിറ്റേഷൻ, നെഞ്ചിടിപ്പ്, ചെസ്റ്റ് പെയിൻ. അപ്പോൾ റുമാറ്റിക് ഫീവർ എന്ന് സംശയമുള്ള ഒരു പേഷ്യൻറ്റ് ജോയിൻറ്റ് പെയിനായിട്ട് വന്നിട്ട് അത് നെഞ്ചുവേദന, നെഞ്ചിടിപ്പ് അല്ലെങ്കിൽ ശ്വാസം മുട്ടെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഹാർട്ട് ഡിസീസ് സസ്പെക്ട് ചെയ്യണം. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കാർഡിയോമെഗാലിയാണ്, ഹാർട്ടിൻ്റെ സൈസ് ഇച്ചിരി വലുതായിരിക്കും. പിന്നീട് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ മർമർ കാണാം. സാധാരണ നമ്മൾ ഹാർട്ട് സൗണ്ട് നോക്കുമ്പം ഹാർട്ട് സൗണ്ട് മാത്രമേ കാണത്തുള്ളൂ, S1 S2 2 ഒരു 3-4 സൗണ്ട് ഉണ്ടെങ്കിൽ 2 സൗണ്ടേ നമ്മൾ പെർമനൻ്റായിട്ട് കാണത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ മർമർ കാണാം, സിസ്റ്റോളിക് മർമർ കാണും, സോഫ്റ്റ് സിസ്റ്റോളിക് മർമർ. അത് മൈട്രോ റിജിറ്റേഷൻ എന്ന് പറയുന്ന മൈട്രോ വാൽവിൻ്റെ തകരാറുകൊണ്ടാണ് ഈ സോഫ്റ്റ് സിസ്റ്റോളിക് മർമർ വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു സോഫ്റ്റ് മിഡ് ഡയസ്റ്റോളിക് മർമർ ചിലപ്പോൾ കാണും, അത് വാൽവുലൈറ്റിസിൻ്റെ ലക്ഷണമാണ്. പിന്നീട് അത് ചെറിയ ചെറിയ നോഡ്യൂൾസ് ഈ മൈട്രൽ വാൽവിലുണ്ടാകും. അപ്പോൾ മൈട്രൽ വാൽവിൻ്റെ ലീഫ്ലെറ്റിൽ നോഡ്യൂൾസ് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. 90% അയോട്ടിക് റെഗർജിറ്റേഷൻ 50% ഓഫ് കേസിൽ വരും. പിന്നെ ട്രൈകസ്പിഡ് ആൻഡ് പൾമണറി വാൽവ്സ് വളരെ റെയറായിട്ട് അഫക്റ്റ് ചെയ്യാറുള്ളത്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും പൾമണറി വാൽവും റൈറ്റ് സൈഡ്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടിലോട്ട് പോകുന്ന ആ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പൾമണറി ആർട്ടിലൂടെ പോകാറില്ല, തിരിച്ച് ലെഫ്റ്റ് റൈറ്റ് ഏറ്റിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ വാൽവ് വെച്ചിരിക്കുന്നത്. പിന്നെ പെരിക്കാർഡൈറ്റിസ് വരാം. പെരിക്കാർഡിയത്തിനകത്ത് ഇൻഫെക്ഷൻ വരാം, അത് ചെസ്റ്റ് പെയിൻ ഉണ്ടാക്കും. നമ്മൾ പെരിക്കാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ് കാണും. നമ്മൾ താത്ത് നോക്കിയാൽ ടെൻഡർനെസ് കാണും, ചെസ്റ്റിൽ വേദന കാണും. ഇനി കാർഡിയാക് ഫെയിലർ കാണാം, മയോകാർഡിയൽ ഡിസ്ഫങ്ഷൻ കാണും. എക്കോ ചെയ്ത് നോക്കിയാൽ കാർഡിയാക് ഫെയിലർ ലക്ഷണം കാണാം. മയോകാർഡിയത്തിന് ഫങ്ഷൻ കുറവാണെന്ന് കാണാം. വാൽവിൽ റെഗർജിറ്റേഷൻ, അതായത് തിരിച്ചങ്ങോട്ട് കയറിപ്പോകും ബ്ലഡ്, അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ചങ്ങ് റൈറ്റ് ഏറ്റത്തിലോട്ടും, റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ വെസലിലോട്ടേ പോകാവുള്ളൂ, അതിന് പകരം തിരിച്ച് ഏറ്റത്തിലോട്ട് കയറിപ്പോയാണ് റെഗർജിറ്റേഷൻ എന്ന് പറയുന്നത്. ECGയിൽ എടുത്ത് നോക്കിയാൽ ചേഞ്ചസ് കാണും, ST എലിവേഷനോ ST ഡിപ്രഷനോ കാണും, T വേവ് ചേഞ്ചസ് കാണും. ഇനി ഇത്രയാണ് എൻ്റെ ക്ലിനിക്കൽ പിക്ചർ. ഇനി ആർത്രൈറ്റിസ്, ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ആർത്രൈറ്റിസ് ആണ്. മേജർ മാനിഫെസ്റ്റേഷനിലുള്ളതാണ് ആർത്രൈറ്റിസ്. അത് ഏർലി സ്റ്റേജിൽ നമുക്ക് ആദ്യം തുടങ്ങുന്നത് തന്നെ ഈ ആർത്രൈറ്റിസിൽ ജോയിൻറ്റ് പെയിനാണ്. ASO ടൈറ്റർ ഭയങ്കര ഹൈ ആയിരിക്കും. ഇനി സാധാരണ ജോയിൻ്റ് എന്ന് പറയുന്നത് നീ ജോയിൻ്റ്, അതായത് മുട്ട്, ആങ്കിൾ ജോയിൻറ്റ്, എൽബോ എന്ന് വെച്ചാൽ ഈ കയ്യിൻ്റെ ജോയിൻറ്റ്, റിസ്റ്റ് ജോയിൻറ്റ്, ഇതാണ് റിസ്റ്റ് ജോയിൻറ്റ്. ഇതൊക്കെയാണ് അവസ്ഥ. ജോയിൻറ്റ് ഭയങ്കര ചുമന്ന് റെഡ് സൊള്ളനായിരിക്കും, അങ്ങ് നീര് വന്നിരിക്കും.
സാധാരണ ആർത്രൈറ്റിസ് പോലെ അല്ല, പഴുപ്പ് പോലെ ചുമന്നിരിക്കും, നീര് വന്നിരിക്കും, തൊട്ടാൽ ഭയങ്കര വേദനയായിരിക്കും, നടക്കാനൊന്നും പേഷ്യന് പറ്റത്തില്ല. ഒരു 4 ആഴ്ച കൊണ്ടേ ഇത് മാറത്തുള്ളൂ. ഇത് മൈഗ്രേറ്ററിയാണ്. മൈഗ്രേറ്ററി എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം ഇന്നിപ്പോൾ വലത്തെ കൈയിൻ്റെ റിസ്റ്റ് ഈ എൽബോയിലാണ് വന്നെങ്കിൽ നാളെ ലെഫ്റ്റിലായിരിക്കും, പിന്നെ വേറൊരു ജോയിൻറ്റിലായിരിക്കും. അങ്ങനെ ജോയിൻറ്റ് പെയിൻ മാറി മാറി വരും. ഇതാണ് ആർത്രൈറ്റിസിൻ്റെ പ്രത്യേകത. പിന്നെ സ്കിന്നിൽ 2-3 മാനിഫെസ്റ്റേഷൻ അതുകൊണ്ട് ഒന്ന് എറിത്തീമ മാർജിനേറ്റം 5% പേഷ്യൻ്റ് വരാൻ സാധ്യതയുണ്ട്. ചുമ എന്നുള്ള ചെറിയ ലീഷൻസ്. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു മാക്യൂൾ പോലെ വരും. മാക്യൂൾ എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ളാത്ത ഒരു പാട് മാത്രം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് അങ്ങ് ഫെയ്ഡ് ചെയ്യും, പക്ഷേ സൈഡ് അങ്ങ് അതിൻ്റെ മാർജിൻസ് വളരെ റെഡായിരിക്കും. അതാണ് എറിത്തീമ മാർജിനേറ്റം എന്ന് പറയുന്നത്. അത് സാധാരണ ട്രങ്ക് എന്ന് വെച്ചാൽ വയറിലും നെഞ്ചത്തും പിന്നെ കാലിൻ്റെ തുടയിലൊക്കെയാണ് കാണുന്നത്. ഇനി പിന്നെ കൂടാതെ സ്കിന്നിനകത്ത് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നോഡിയുള്ളൂ. സ്കിന്നിൻ്റെ തൊട്ടടിയിൽ ചെറിയ ചെറിയ മുഴകൾ കാണും. അത് 0.5 to 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഫേം ആയിരിക്കും, കല്ല് പോലെ ഇരിക്കും, പെയിൻലെസ് ആയിരിക്കും, വേദന കാണത്തില്ല. അത് എക്സ്റ്റൻസർ സർഫസിലായിരിക്കും കൂടുതൽ കാണുന്നത്. ഈ ഭാഗമാണ് എക്സ്റ്റൻസർ സർഫസാണ്, ഇത് ഫ്ലെക്സർ സർഫസ്. ആ ബോണിലായിരിക്കും കാണുന്നത്. ബോണിനകത്ത് നോക്കുമ്പോൾ ടെൻഡർനെസ് കാണും. അതിൽ 3 ആഴ്ച കഴിഞ്ഞേ കാണത്തുള്ളൂ. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസം നോക്കിയാൽ പ്ലൂറൽ എഫ്യൂഷൻ കാണാം. ലങ്സിനെ കവർ ചെയ്തിരിക്കുന്നതാണ് ആ പ്ലൂറൽ ക്യാവിറ്റിക്കകത്ത് വെള്ളം കെട്ടിയിരിക്കുന്നതിന് നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ കാണാം. പിന്നീട് ചിലപ്പോൾ ന്യൂമോണിയ കാണാം. പിന്നെ നെർവസ് സിസ്റ്റത്തിൽ കൊറിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള മൂവ്മെൻറ്റാണ്. അതിന് സ്റ്റിഡൻഹാം എന്ന് പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. സ്റ്റിഡൻഹാംസ് കൊറിയ എന്നാണ് പറയുന്നത്. അതൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. 1/3 ഓഫ് കേസ്, അതായത് 3 കേസുകളും ഫീമെയിൽസ് ആയിരിക്കും. പിന്നെ എന്താണ് ഈ കൊറിയ? അതായത് യാതൊരു ഉദ്ദേശമില്ലാതെ ഇൻവോളണ്ടറി, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻറ്റാണ്. ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹാൻഡ്, ഫേസ് ഒക്കെ ഇങ്ങനെ നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റാണ് ഹാൻഡ്, ഫീറ്റ്, ഫേസ് ഒക്കെ. ഇപ്പം സംസാരിക്കുന്നതിന് വ്യത്യാസം കാണും. ഭയങ്കര ഒച്ചത്തിലായിരിക്കും സംസാരം. അതിന് പറയുന്നത് സ്പീച്ച് മേ ബി എക്സ്പ്ലോസീവ് എന്നാണ് പറയുന്നത്. എക്സ്പ്ലോഷൻ ഭയങ്കര ഒച്ചത്തിലായിരിക്കും. പക്ഷേ അതിന് പ്രത്യേകിച്ച് ഡീപ്പെൻഡൊന്നുമില്ല. ഈ റൊമാറ്റിക് ആക്ടിവിറ്റി തീരുമ്പോൾ തന്നെ മിക്കവാറും സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ മാറും. ഇനി അങ്ങനെ ഈ സ്റ്റിഡൻഹാംസ് കൊറിയയൊക്കെ വന്നാൽ അതിൽ കൊറിയ വരുന്ന 1/4 4 പേഷ്യൻറ്റിനും ഭാവിയിൽ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യത. ഇത്രയാണ് അതിൻ്റെ ക്ലിനിക്കലായിട്ടുള്ള പേഷ്യൻറ്റിനെ പരിശോധിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യണം? സാധാരണ നമ്മൾ ബ്ലഡ് പരിശോധിക്കണം. റൂട്ടീനായിട്ട് ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ടോട്ടൽ കൗണ്ട്, WBC കൗണ്ട് കൂടുതലായിരിക്കും, ESR ഒരുപാട് കൂടുതലായിരിക്കും, ASO ടൈറ്റർ കൂടുതലായിരിക്കും, C റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുതലായിരിക്കും. പിന്നെ ത്രോട്ടിൽ നിന്ന് നമ്മൾ സ്വാബ് എടുത്ത് നോക്കിയാൽ 20% ആളുകൾക്ക് കൾച്ചർ പോസിറ്റീവായിരിക്കും. ECG എടുത്ത് നോക്കാം, അതിനകത്ത് ST വേവ് അബ്നോർമാലിറ്റി കാണും. എക്കോ ചെയ്ത് നോക്കിയാൽ മയോകാർഡിയൽ ഇഞ്ചുറിയുടെ എല്ലാ ലക്ഷണവും കാണും. പിന്നെ നമുക്കൊരു എക്സ്റേ ചെസ്റ്റ് എടുത്ത് നോക്കിയാൽ കാർഡിയോ മെഗാലി കാണും. ഇത്രയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റൊമാറ്റിക് ഫീവർ കണ്ടുപിടിക്കാൻ യാതൊരു പാടുമില്ല. ഈ ജോൺസ് ക്രൈറ്റീരിയ നോക്കിയാൽ. പിന്നെ ഈ കൂട്ടത്തിൽ നമ്മൾ ത്രോട്ട് ഇൻഫെക്ഷൻ്റെ ഹിസ്റ്ററി കാണും. പാവപ്പെട്ട പേഷ്യൻസ് ആയിരിക്കും മിക്കവാറും. പിന്നെ ജോയിൻ പെയിൻ കാണും, ടിപ്പിക്കലാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് അക്യൂട്ട് സ്റ്റേജിലാണെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ്. ഒരു 3 വീക്സ് വരെ ബെഡ് റെസ്റ്റാണ്. നടക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും ബെഡ് റെസ്റ്റ്. 2 കാർഡിയാക് ഫെയിലർ ഉണ്ടോ എന്ന് നോക്കാം. കാർഡിയാക് ഫെയിലർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വാൽവ് റീപ്ലേസ്മെൻറ്റോ ഒക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ AV ബ്ലോക്ക് കൊടുക്കണം. AV ബ്ലോക്ക് ഉണ്ടോ, ഐട്രിയോ വെൻട്രിക്കുലർ ബ്ലോക്ക് വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ പേസ് മേക്കർ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൻ്റെ സെറ്റപ്പിൽ നമുക്ക് കൊടുക്കാനുള്ള ആസ്പിരിൻ കൊടുക്കാം. ആസ്പിരിൻ സാധാരണ ഡബിൾ ഡോസാണ്, 60 mg/kg ബോഡി വെയിറ്റ് പെർ ഡേ വെച്ച് കൊടുക്കണം. അത് ESR നോർമലാവുന്നത് വരെ ഈ ആസ്പിരിൻ കണ്ടിന്യൂ ചെയ്യണം. ആസ്പിരിൻ എന്ന് പറയുന്നത് ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതുപോലെ ആസ്പിരിനേക്കാൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റീറോയിഡ്സ്. കാർഡൈറ്റിസ് ഉള്ള പേഷ്യൻറ്റ് നമ്മൾ ആസ്പിരിൻ മാത്രം കൊടുത്താൽ പോലെ സ്റ്റീറോയിഡ് കൊടുക്കണം. അതുപോലെ ആർത്രൈറ്റിസ് ഉള്ളവർക്ക് സ്റ്റീറോയിഡ് കൊടുത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് എഫക്റ്റ് വരും. പ്രൊഡ്നിസോളാണ് സാധാരണ കൊടുക്കുന്നത്. 1 to 2 mg/kg ബോഡി വെയിറ്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾ പെനിസിലിനാണ് ഇത്. പക്ഷേ പെനിസിലിൻ അപ്പം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അപ്പോഴും ഈ ബാക്ടീരിയ കാണണമെന്നില്ല. ഇതൊരു ആൻറ്റിബോഡി റിയാക്ഷൻ. എന്നാലും ഭാവിയിൽ ഈ സെക്കൻഡറി പ്രിവെൻഷൻ, അതായത് ഈ ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ, ഈ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹാർട്ട് ഡിസീസ് കാണത്തില്ല, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബെൻസത്തീൻ പെൻസിൽ, അതൊരു ലോങ് ആക്ടിങ് പെൻസിലാണ്. 1.2 മില്യൺ യൂണിറ്റാണ്, അല്ലെങ്കിൽ 12 lakhs. അത് നമ്മൾ പണ്ടൊക്കെ
12 ലാക്സ് ബട്ടൊക്കെ ഡീപ്പ് അയ്യമായിട്ടാണ് എടുക്കുന്നത്. അത് റിയാക്ഷൻ വരാൻ സാധ്യതയുള്ളതാണ്. പണ്ടൊക്കെ വളരെ കോമൺ ആയിട്ട് കൊടുക്കുമായിരുന്നു, ടെസ്റ്റ് പോലും കൊടുക്കുക. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ പെൻസിലിൻ യൂസ് വളരെ കുറഞ്ഞു. കാരണം പല പേഷ്യൻറ്റിനും സിവിയർ റിയാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഓറൽ പെൻസിലിൻ നമ്മൾ സാധാരണ പെൻറ്റിഷ് ഫോർ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, പല പേഷ്യൻസും പെൻറ്റിഷ് ഫോർ കണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫിനോക്സിമീനയിൽ പെൻസിലിൻ എന്നതിൽ പെൻസിലുണ്ട്, പെൻസിലിൻ വി എന്ന് പറയും, അത് കഴിക്കാം. പിന്നെ ചില സൾഫാ ഡ്രഗ്സ് ചിലർ കഴിക്കും, എറിത്രോമൈസിൻ കൊടുക്കാം. എന്തായാലും ഒരു 21 വയസ്സ് വരെയെങ്കിലും ഇത് കൊടുക്കാറുണ്ട്. കാരണം 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാർഡിയാക്സ് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത്, ഇത് കഴിഞ്ഞ് ക്രോണിക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വന്നാൽ അത് കാർഡിയോളജിസ്റ്റിൻ്റെ ജോലിയാണ്. സാധാരണ വരുന്നത് മൈട്രൽ സിനോസിസ്, മൈട്രൽ റിഹബിലിറ്റേഷൻ, ട്രൈക്കസ്പിഡ് ഇൻകോംപിറ്റൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളാണ്. അത് കാർഡിയാക് പ്രോബ്ലമാണ്. അതിനോടനുബന്ധിച്ചുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഇപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നതിന് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് വരുന്ന ഒരു അലർജിക് റെസ്പോൺസ്, ഒരു ആൻറ്റിബോഡി റിയാക്ഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റായിട്ടാണ് കണക്റ്റിവിറ്റി ടിഷ്യൂവിനെയൊക്കെ ബാധിക്കുന്ന ഈ അസുഖം വരുന്നത്. അത് ജോയിൻറ്റ് പെയിനായിട്ട് തുടങ്ങി 2-3 ആഴ്ച കഴിയുമ്പോൾ ജോയിൻറ്റ് പെയിൻ മാറിയാലും അത് ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം, ആസ്പിരിനും സ്റ്റീറോയിഡോ കൊടുക്കണം. പിന്നെ 21 വയസ്സ് വരെയും, കൊച്ചുങ്ങൾക്കാണ് വന്നെങ്കിൽ 21 വയസ്സ് വരെയും ലോങ് ആക്ടിങ് പെൻസിലിൻ കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കണം. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നുണ്ടാകും. സത്യമാണ്, ഞാൻ ഇന്നുണ്ടായ കാരണം ഇന്നൊരു പേഷ്യൻറ്റ് റുമാറ്റിക് ഹാർട്ട് ഡിസീസായിട്ട് എൻ്റെ അടുത്ത് വന്ന് ആ പേഷ്യൻറ്റിനെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ റുമാറ്റിക് ഫീവർ ഇതുവരെ ഇട്ടിട്ടില്ലെന്ന്. അങ്ങനെയാണ് ഇട്ടത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക് യു വെരി മച്ച്.